ഗംഭീര പടം. എന്ത് പടം എന്ന് പറയാ. ഞാൻ ബാഹുലിന്ന് വിചാരിച്ച് ഇപ്രാവശ്യം ഇത് കിടിയച്ച് പക്കായിട്ട് കിടിയും. കാരണം പക്ഷെ ഒരു കുഴപ്പമുണ്ട്. പക്ഷെ ദുൽഖർ മറ്റാളെ മോൻ ദുൽഖർ ആവേണ്ടിയിരുന്നു. ദുൽഖറിന്റെ മോനാവേണ്ടിയിരുന്നു. അത് മാത്രം അടിപൊളിയായിട്ടുള്ളൂ. കിടക്കാച്ചി ഒന്നും പറയണ്ട. ഒക്കെ കിടക്കാച്ചി ആ കാര്യങ്ങളിൽ ആ ട്രയലും ആ യുദ്ധമൊക്കെ കിടക്കാച്ചി ഗംഭീര പടം. ശരിക്കും ആ മറ്റോന്റെ മോനാണ് ദുൽഖറിന്റെ മോനാണ്. ഞാൻ അടിപൊളി ശരിക്ക് ബാഹുബലി ഇപ്പൊ പോലാവുന്നത്. പക്ഷേ രോമ സല്യൂട്ട് അടിക്കുന്ന പോലെയാണ്. രോമ കിടക്കാച്ചു വായ്പ പടം. ഇത് ശരിക്കും പാൻ ഇന്ത്യൻ ഫിലിമുള്ള ഒരു ഹോളിവുഡ് ഫിലിം. ഹോളിവുഡ് ഫിലിം അതായത് നമ്മള് ശ്വാസം പിടിച്ച് കാണുന്ന ഒരുപാട് നമ്മുടെ മലയാളത്തിലുള്ള ഒരുപാട് നദികളാണ്. അടിപൊളി പടം, നല്ല പടമാണ്. കലക്കിയിട്ടുണ്ട്. അടിപൊളി പടം. സെക്കൻഡ് ഹാഫ് അടിപൊളി സൂപ്പർ പടം. അടിപൊളി ബ്രഹ്മാണ്ഡ പടം. എല്ലാവരും എല്ലാവരും അടിപൊളിയായിരുന്നു. സൂപ്പർ. സൂപ്പർ ഹിറ്റ് പടം. ഇതില് മെയിൻ ആയിട്ട് പറയുന്നത് നമ്മുടെ ഇന്ത്യൻ ഗ്രേറ്റ് ആക്ടർ അമിതാഭ് ബച്ചൻ, ബിഗ് ബി, പിന്നെ കമൽഹാസൻ. ഇതിന്റെ സെക്കൻഡ് എന്തായാലും ഉണ്ട്. ഇതിന്റെ എന്തായാലും നല്ലൊരു ത്രില്ലിംഗ് സിനിമയാണ്. നമ്മുടെ ഇംഗ്ലീഷ് സിനിമകളെ വെല്ലുന്ന രീതിയിൽ ഇവര് നന്നായിട്ട് ഡയറക്ഷൻ പ്രഭാസത്തില്ല. ദുൽഖറിന്റെ കാര്യം പറയാൻ വേണ്ടി കിട്ടുപോയി. നമ്മളെ ദുൽഖർ സൂപ്പറായിട്ടുണ്ട്. ചെറിയ സീനാണെങ്കിലും അദ്ദേഹം നന്നായിട്ട് പെർഫോമൻസ് ചെയ്തിട്ടുണ്ട്. എന്തായാലും എല്ലാവരും തിയേറ്ററിൽ നിന്നാണ്. എന്റെ സസ്പെൻസ് കഥകളൊന്നും വിടുന്നില്ല. കാരണം അത്രയ്ക്കും നല്ല ഗംഭീരമായിട്ടുള്ളൊരു സിനിമയാണ്. നമ്മുടെ എന്താ പറയുന്നത്, എല്ലാ ആക്ടറും, പിന്നെ അന്നാബൻ നന്നായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. ഒരു സൂപ്പർ ഒരു ആക്ഷൻ ഹീറോ, നമ്മുടെ ഒരു മലയാളത്തിൽ ഒരു ആക്ഷൻ ഹീറോ അഭിനയിക്കാൻ പറ്റിയ അന്നാബൻ ഇതിൽ തെളിയിച്ചിട്ടുണ്ട്. ഡയറക്ടർ നന്നായിട്ട് വിനിയോഗിച്ചിട്ടുണ്ട്. കാരണം അന്നാബൻ നന്നായിട്ട് പെർഫോമൻസ് ചെയ്തിട്ടുണ്ട്. എന്തായാലും ഗ്രേറ്റ് പിക്ചർ. ഇന്ത്യൻ സിനിമക്ക് അഭിമാനിക്കാൻ പറ്റിയ ഒരു സിനിമ.